തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നും നിരവധി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെട്ട കേസായതുകൊണ്ട് സംരക്ഷണം വേണമെന്നും പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണൻ കോടതിയിൽ പറഞ്ഞു. എംപിമാർക്കും MLA-മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അടക്കം പലതവണ പണം കൊടുത്തിട്ടുണ്ടെന്നും അനന്തകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ അനന്തകൃഷ്ണന്റെ അഭിഭാഷകൻ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി നാളെയാണ് പരിഗണിക്കുക. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പ്രതി കോടതിയിൽ പറഞ്ഞത്. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട കേസായതിനാൽ സംരക്ഷണം വേണമെന്നും പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. MPമാർക്കും MLA-മാർക്കും അടക്കം പണം നൽകിയിട്ടുണ്ട് എന്ന് അനന്തകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ മാത്യു കുഴൽനാടൻ MLA-ക്ക് പണം നൽകിയോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് മറുപടി. കോടതിയിൽ ഹാജരാക്കി പുറത്തിറങ്ങുമ്പോഴും തട്ടിപ്പിനിരയായ എല്ലാവർക്കും പണം നൽകുമെന്ന് അനന്തകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മാധ്യമങ്ങളോട് പ്രതി സംസാരിക്കുന്നത് തടയാൻ വലിയ സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയത്. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ പ്രതിയെ റിമാൻഡ് ചെയ്തു. തട്ടിപ്പിൽ ഇടുക്കി വണ്ടൻമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയുടെ അറസ്റ്റ് പോലീസ് സംഘം മൂവാറ്റുപുഴ സബ് ജയിലിലെത്തി രേഖപ്പെടുത്തി. സായിഗ്രാം ചെയർമാൻ ആനന്ദ് കുമാറും ഈ കേസിൽ പ്രതിയാണ്. അപേക്ഷിക്കാൻ നമുക്ക് കുറച്ച് ഗ്രൗണ്ടുകളുണ്ട്. നമ്മൾ നാളെ വാദത്തിൻ്റെ സമയത്ത് പറയുന്നതായിരിക്കും ബാക്കി കാര്യങ്ങൾ. അതാണ് അതിനകത്ത് മെയിൻ പറയുന്ന കാര്യങ്ങൾ. അതാണ് അതിനകത്ത് കോൺട്രാക്ച്വൽ വയലേഷൻ മാത്രമേ ഉള്ളൂ. ക്രിമിനൽ കേസ് നിലനിൽക്കല്ലേ അതിനകത്ത്. അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളില്ലെന്നാണ് നമ്മുടെ വാദം അതിനകത്ത്. നിരവധി കേസുകളുള്ള അനന്തകൃഷ്ണന്റെ ആദ്യ കേസിലെ ജാമ്യാപേക്ഷയെ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാകും പ്രോസിക്യൂഷൻ എതിർക്കുന്നതെന്നതും നിർണായകമാണ്. ടീം 24 കൊച്ചി.